ബംഗളൂരുവിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി നഗ്നചിത്രം എടുത്ത കേസിൽ ഒരാൾ പിടിയിൽ. മലാപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡ് സ്വദേശി ജിഷ്ണുവാണ് പിടിയിലായത്. കേസിൽ ഒരു യുവതി അടക്കം 5 പ്രതികളെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. കഴിഞ്ഞ 24 കോഴിക്കോട് സ്വദേശിയായ 21കാരനെ തട്ടിക്കൊണ്ടുപോയി ചാലിൽ താഴത്തുള്ള വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തുകയായിരുന്നു. 3 മൊബൈൽ ഫോണും 4000 രൂപയും അക്രമി സംഘം തട്ടിയെടുത്തു. നഗ്നചിത്രങ്ങൾ മാതാവിന് അയച്ചു നൽകി മോചനദ്രവ്യമായ പ്രതികൾ 8 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1-ാം തീയതിയാണ് യുവാവ് തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടത്. എ കെ അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഇതൊക്കെ നടന്നതാണോ എന്ന് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയാണ് അല്ലേ? ഒരാൾ പിടിയിലായിരിക്കുന്നതെന്നാണ്. ഈ സംഘത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. തീർച്ചയായിട്ടും അതോ കഴിഞ്ഞ 24-ാം തീയതി ബാംഗ്ലൂരിലെ ഒരു ഫ്ളാറ്റിൽ വെച്ചാണ് പെൺസുഹൃത്തും അതോടൊപ്പം തന്നെ 5 യുവാക്കളും ചേർന്ന് യുവാവിനെ, കോഴിക്കോട് സ്വദേശിയായ 21കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. കോഴിക്കോട് ചാലിത്താഴം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരാളില്ലാ സ്ഥലത്തുള്ള ഒരു വീട്ടിൽ പാർപ്പിക്കുകയും അവിടെ നിന്ന് ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തു. അതിനിടെ തന്നെ നഗ്നചിത്രങ്ങൾ പകർത്തി മാതാവിന് അയച്ചു നൽകി 8 ലക്ഷം രൂപ മോചനദ്രവ്യമായി വേണം എന്നൊരാവശ്യമായിരുന്നു ഇതിനോട് തന്നെ അവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പേഴ്സിലുണ്ടായിരുന്ന 4000 രൂപയും ഇവർ തട്ടിയെടുത്തു. ഇതിനിടെ കഴിഞ്ഞ 1-ാം തീയതിയോടുകൂടിയാണ് ഈ യുവാവ് അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ചെവായൂർ പോലീസിൽ പരാതി നൽകി. ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരും ഒളിവിലായിരുന്നു. ഇതിൽ ഒരാളെ ഇന്നലെയോടുകൂടി തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചാലിത്താഴം, അതായത് മലാപ്പറമ്പ് സ്വദേശിയായ ജിഷ്ണുവിനെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു, പരിചയക്കാരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പെൺസുഹൃത്ത് അടക്കം 5 പേരെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. ഇവരുടെ പിന്നാലെയാണ് സംഘമാണ് ഈ തരത്തിലൊരു ക്രൂരമായ തട്ടിക്കൊണ്ടുപോകൽ, മർദ്ദനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തിയത്. എന്തായാലും ഒരാൾ പിടിയിലായി.